ഹായ് ഫ്രണ്ട്സ്, എജു പ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബാങ്കിംഗ് മേഖലയിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ്. നമുക്ക് നോക്കാം. ആദ്യത്തെ ചോദ്യം, US ആസ്ഥാനമായിട്ടുള്ള ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ ആഗോളതലത്തിലെ ഏറ്റവും മികച്ച സെൻട്രൽ ബാങ്കറായി തിരഞ്ഞെടുത്തത് ആരെയാണ്? ശക്തികാന്ത ദാസിനെയാണ്. US ആസ്ഥാനമായിട്ടുള്ള ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ ആഗോളതലത്തിലെ ഏറ്റവും മികച്ച സെൻട്രൽ ബാങ്കറായി തിരഞ്ഞെടുത്തത് ശക്തികാന്ത ദാസിനെയാണ്. ഗ്ലോബൽ ഫിനാൻസ് മാഗസിൻ്റെ റാങ്ക് പ്രകാരം A മുതൽ F വരെയുള്ള ഗ്രേഡുകളാണുള്ളത്. A+ റേറ്റ് ചെയ്തിട്ട് 3 സെൻട്രൽ ബാങ്ക് ഗവർണർമാരുടെ പട്ടികയിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കിയത് ശക്തികാന്ത ദാസാണ്. 2023 ജൂണിൽ ലണ്ടനിലെ സെൻട്രൽ ബാങ്കിൻ്റെ ഗവർണർ ഓഫ് ഇയർ അവാർഡ് ലഭിച്ചത് ശക്തികാന്ത ദാസിനാണ്. 2023 ജൂണിൽ ലണ്ടനിലെ സെൻട്രൽ ബാങ്കിൻ്റെ ഗവർണർ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചത് ശക്തികാന്ത ദാസിനാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഇന്ത്യയിൽ ഇലക്ട്രൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നതിന് അധികാരമുള്ള ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് ഇന്ത്യയിൽ ഇലക്ട്രൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നതിന് അധികാരമുള്ള ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകാനുള്ള കടപ്പത്രങ്ങളാണ് ഇലക്ട്രൽ ബോണ്ടുകൾ എന്ന് പറയുന്നത്. ഓരോ സാമ്പത്തിക പാദത്തിൻ്റെയും ആദ്യ 15 ദിവസങ്ങൾക്കുള്ളിൽ ബോണ്ടുകൾ പണമാക്കി മാറ്റണം. ഇന്ത്യയുടെ ഡിജിറ്റൽ കറൻസി പുറത്തിറക്കുന്നത് RBI ആണ്. RBI ആണ് ഇന്ത്യയുടെ ഡിജിറ്റൽ കറൻസി പുറത്തിറക്കുന്നത്. ഇന്ത്യയിൽ ആദ്യമായി 525 രൂപയുടെ നാണയം പുറത്തിറക്കിയ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ശാഖയാണ് കൊൽക്കത്ത ശാഖ. കൊൽക്കത്തയിലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ശാഖയാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് 525 രൂപയുടെ നാണയം പുറത്തിറക്കിയത്. കൃഷ്ണ ഭജനുകൾ എഴുതി പ്രശസ്തയായിട്ടുള്ള മീരാബായിയുടെ 525ാമത് ജന്മദിനത്തോടനുബന്ധിച്ചുകൊണ്ടാണ് ഈ നാണയം പുറത്തിറക്കിയത്. രാജസ്ഥാനിലെ രജപുത്ര രാജകുമാരിയായിരുന്നു മീരാബായി. ഇന്ത്യയിൽ ആദ്യത്തെ UPI സംവിധാനം ഉപയോഗിച്ചുള്ള ATM അവതരിപ്പിച്ചത് ഹിറ്റാച്ചി പേയ്മെൻറ്റ് സർവീസസ് ആണ്. രാജ്യത്തെ ആദ്യ UPI സംവിധാനം ഉപയോഗിച്ചുള്ള ATM അവതരിപ്പിച്ചത് ഹിറ്റാച്ചി പേയ്മെൻറ്റ് സർവീസാണ്. കാർഡ് ഉപയോഗിക്കാതെ UPI വഴി അക്കൗണ്ടിൽ നിന്ന് പണം പിൻവലിക്കാമെന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. ബാങ്കുകൾക്ക് പകരം സ്വകാര്യ ധനകാര്യ സ്ഥാപനങ്ങളോ കമ്പനികളോ സ്ഥാപിക്കുന്ന ATMകളാണ് വൈറ്റ് ലേബൽ ATM എന്ന് പറയുന്നത്. നാഷണൽ പേയ്മെൻറ്റ് കോർപ്പറേഷനുമായി ചേർന്നാണ് ഹിറ്റാച്ചി മണി സപ്പോർട്ട് UPI ATM അവതരിപ്പിച്ചത്. റിസർവ് ബാങ്കിൻ്റെ സർവേ പ്രകാരം രാജ്യത്തെ ഗ്രാമീണ മേഖലയിലെ തൊഴിലാളികൾക്ക് ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്ന സംസ്ഥാനം കേരളമാണ്. റിസർവ് ബാങ്ക് സർവേ പ്രകാരം രാജ്യത്തെ ഗ്രാമീണ മേഖലയിലെ തൊഴിലാളികൾക്ക് ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്ന സംസ്ഥാനം കേരളമാണ്. നിർമ്മാണ തൊഴിലാളികളായ പുരുഷന്മാർക്ക് ദേശീയ ശരാശരി ദിവസക്കൂലി 393.30 രൂപയാണ്. നിർമ്മാണ തൊഴിലാളികളായിട്ടുള്ള പുരുഷന്മാർക്ക് ദേശീയ ശരാശരി ദിവസക്കൂലി 393.30 കേരളത്തിൽ 852.5 രൂപയാണ്. ദിവസക്കൂലി നൽകുന്നതിൽ 2-ാം സ്ഥാനത്തുള്ളത് ജമ്മു കാശ്മീരാണ്. 550.4 രൂപയാണ്. അവസാനം നിൽക്കുന്നത് മധ്യപ്രദേശും ഗുജറാത്തുമാണ്. സഹകരണ ബാങ്കുകൾ പേരിനൊപ്പം ബാങ്ക് എന്ന് ഉപയോഗിക്കരുതെന്ന് റിസർവ് ബാങ്കിൻ്റെ നിർദ്ദേശത്തെ തുടർന്ന് സംസ്ഥാനത്ത് ആദ്യമായി ഇത് നടപ്പിലാക്കിയ ബാങ്കാണ് കാലിക്കറ്റ് സിറ്റി സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്. കാലിക്കറ്റ് സിറ്റി സർവീസ് കോപ്പറേറ്റീവ് ബാങ്കാണ് ഇത് ആദ്യമായിട്ട് നടപ്പിലാക്കിയത്. ഇപ്പോഴത്തെ പേര് കാലിക്കറ്റ് സിറ്റി സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി എന്നാണ്. സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന നിക്ഷേപമുള്ള സർവീസ് കോപ്പറേറ്റീവ് ബാങ്കാണ് കാലിക്കറ്റ് സിറ്റി സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്. സഹകരണ ബാങ്കുകൾ പേരിനൊപ്പം ബാങ്ക് ഉപയോഗിക്കരുത് എന്ന നിർദ്ദേശത്തെ തുടർന്ന് സംസ്ഥാനത്ത് ആദ്യമായിട്ട് ഇത് നടപ്പിലാക്കുന്ന ബാങ്കാണ് കാലിക്കറ്റ് സിറ്റി സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്. ഇപ്പോഴത്തെ പേരാണ് കാലിക്കറ്റ് സിറ്റി സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. ഇന്ത്യൻ ബാങ്ക് അസോസിയേഷൻ ചെയർമാനായി നിയമിതനായത് MV റാവു ആണ്. ഇന്ത്യൻ ബാങ്ക് അസോസിയേഷൻ ചെയർമാനായി നിയമിതനായ വ്യക്തിയാണ് MV റാവു. ഇന്ത്യയിൽ UPI ATM അവതരിപ്പിക്കുന്ന ആദ്യത്തെ പൊതുമേഖലാ ബാങ്കാണ് ബാങ്ക് ഓഫ് ബറോഡ. നമ്മൾ നേരത്തെ പറഞ്ഞത് രാജ്യത്തെ ആദ്യ UPI സംവിധാനം ഉപയോഗിച്ചുള്ള ATM അവതരിപ്പിച്ചത് ഹിറ്റാച്ചി പേയ്മെൻറ്റ് സർവീസ് ആയിരുന്നു. ഇവിടെ പറയുന്നത് രാജ്യത്ത് UPI ATM സംവിധാനം അവതരിപ്പിക്കുന്ന ആദ്യത്തെ പൊതുമേഖലാ ബാങ്കാണ് ബാങ്ക് ഓഫ് ബറോഡ. നാഷണൽ പേയ്മെൻറ്റ്സ് കോർപ്പറേഷനുമായി സഹകരിച്ചുകൊണ്ടാണ് ബാങ്ക് ഓഫ് ബറോഡ ഇത് അവതരിപ്പിച്ചത്.
നിലവിലെ റിസർവ് ബാങ്ക് ഗവർണറാണ് ശക്തികാന്ത ദാസ്. നിലവിലെ റിസർവ് ബാങ്ക് ഗവർണറാണ് ശക്തികാന്ത ദാസ്. 25ാമത് RBI ഗവർണറാണ് ശക്തികാന്ത ദാസ്. 24ാമത്തെ ഗവർണർ ഊർജിത് പട്ടേൽ ആയിരുന്നു. 23ാമത്തെ ഗവർണർ രഘുറാം രാജനാണ്. റിസർവ് ബാങ്കിൻ്റെ ഡെപ്യൂട്ടി ഗവർണറാണ് സ്വാമിനാഥൻ ജെ സ്വാമിനാഥനാണ് റിസർവ് ബാങ്കിൻ്റെ ഡെപ്യൂട്ടി ഗവർണർ. അദ്ദേഹത്തിൻ്റെ കാലാവധി 1 വർഷത്തേക്ക് കൂടെ നീട്ടിയിട്ടുണ്ട്. ബാങ്കിംഗ് ഇടപാടുകൾക്ക് പൂർണ്ണ ഡിജിറ്റൽ സംവിധാനം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. ബാങ്കിംഗ് ഇടപാടുകൾക്ക് പൂർണ്ണ ഡിജിറ്റൽ സംവിധാനം നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം കേരളമാണ്. 2023 ജനുവരി 7-നാണ് കേരളത്തെ സമ്പൂർണ്ണ ബാങ്കിംഗ് ഡിജിറ്റൽ സംസ്ഥാനമായിട്ട് പ്രഖ്യാപിച്ചത്. 2023 ജനുവരി 7-നാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഈ പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് ജില്ല തൃശ്ശൂരാണ്. 2021 തന്നെ കേരളത്തിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് ജില്ലയായിട്ട് തൃശ്ശൂരിനെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും സേവിങ്സ് കറണ്ട് അക്കൗണ്ടുകളിൽ ഒന്നെങ്കിലും ഡിജിറ്റലൈസ് ചെയ്ത ആദ്യത്തെ സംസ്ഥാനം കേരളമാണ്. സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും സേവിങ്സ് കറണ്ട് അക്കൗണ്ടുകളിൽ ഒന്നെങ്കിലും ഡിജിറ്റലൈസ് ചെയ്ത ആദ്യത്തെ സംസ്ഥാനം കേരളമാണ്. ഡിജിറ്റൽ ബാങ്കിംഗ് സേവനങ്ങൾ നൽകാനായിട്ട് രാജ്യത്ത് ഡിജിറ്റൽ ബാങ്കിംഗ് യൂണിറ്റുകൾ ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ആകെ 75 ഡിജിറ്റൽ ബാങ്കിംഗ് യൂണിറ്റുകളാണ് ആരംഭിച്ചത്. അതിൽ 3 കേരളത്തിലായിരുന്നു. 2023 ധനമന്ത്രാലയവും RBIയും സംയുക്തമായി ആതിഥേയത്വം വഹിച്ച G20 ഫിനാൻസ് ആൻഡ് സെൻട്രൽ ബാങ്ക് ഡെപ്യൂട്ടീസ് യോഗത്തിന് വേദിയായത് ബാംഗ്ലൂരാണ്. 2023 ധനമന്ത്രാലയവും RBIയും സംയുക്തമായി ആതിഥേയത്വം വഹിച്ച G20 ഫിനാൻസ് ആൻഡ് സെൻട്രൽ ബാങ്ക് ഡെപ്യൂട്ടീസ് യോഗത്തിന് വേദിയായത് ബാംഗ്ലൂരാണ്. ഇന്ത്യയുടെ ഡിജിറ്റൽ കറൻസിയാണ് റുപ്പി. ഇന്ത്യയുടെ ഡിജിറ്റൽ കറൻസിയാണ് റുപ്പി. 2029 ഇന്ത്യ ലോകത്തെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറുമെന്ന് ഗവേഷണ റിപ്പോർട്ട് നൽകിയത് SBI ആണ്. 2029 ഇന്ത്യ ലോകത്തെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറുമെന്ന് ഗവേഷണ റിപ്പോർട്ട് നൽകിയത് SBI ആണ്. RBIയുടെ റിസർവാണ് CRRഉം SLRഉം. CRR 4.50%, SLR 18%. CRR 4.50%, SLR 18%. പോളിസി റിപ്പോ റേറ്റ് 6.5%. റിപ്പോ റേറ്റ് 6.5%. സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി റേറ്റ് 6.25%. പോളിസി റിപ്പോ റേറ്റ് 6.5%, സ്റ്റാൻഡിംഗ് ഡെപ്പോസിറ്റ് ഫെസിലിറ്റി റേറ്റ് 6.25%. മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ് 6.75%. മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി റേറ്റ് 6.75%. ബാങ്ക് റേറ്റ് 5.15%. ബാങ്ക് റേറ്റ് 5.15%. ഫിക്സഡ് റിവേഴ്സ് റിപ്പോ റേറ്റ് 3.35%. റിവേഴ്സ് റിപ്പോ റേറ്റ് 3.35%. റിപ്പോ റേറ്റ് 6.5%, റിവേഴ്സ് റിപ്പോ റേറ്റ് 3.35%. അന്താരാഷ്ട്ര നാണയനിധിയിൽ ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായ വ്യക്തിയാണ് കൃഷ്ണമൂർത്തി വെങ്കിട സുബ്രഹ്മണ്യൻ. IMFൽ ഇന്ത്യയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായി നിയമിതനായ വ്യക്തിയാണ് കൃഷ്ണമൂർത്തി വെങ്കിട സുബ്രഹ്മണ്യൻ. മൂലധന വിപണികളിൽ നിന്ന് 3 വർഷം വിലക്കേർപ്പെടുത്തിയ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മുൻ CEO ആണ് ചിത്ര രാമകൃഷ്ണൻ. മൂലധന വിപണികളിൽ നിന്ന് 3 വർഷത്തെ വിലക്കേർപ്പെടുത്തിയിട്ടുള്ള നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മുൻ CEO ആണ് ചിത്ര രാമകൃഷ്ണൻ. ലോക ബാങ്കിൻ്റെ ചീഫ് എക്കണോമിസ്റ്റും വൈസ് പ്രസിഡന്റുമായി നിയമിതനായ ഇന്ത്യക്കാരനാണ് ഇന്ദർമിത് ഗിൽ. ലോക ബാങ്കിൻ്റെ ചീഫ് എക്കണോമിസ്റ്റും വൈസ് പ്രസിഡന്റുമായി നിയമിതനായിട്ടുള്ള ഇന്ത്യക്കാരനാണ് ഇന്ദർമിത് ഗിൽ. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ പ്രസിഡന്റാണ് മസാറ്റ് സുഗു അസാഖാവ. ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് അല്ലെങ്കിൽ ADBയുടെ പ്രസിഡന്റാണ് മസാറ്റ് സുഗു അസാഖാവ. കേന്ദ്ര സർക്കാരിൻ്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായി നിയമിതനായ വ്യക്തി വി അനന്ത നാഗേശ്വരനാണ്. കേന്ദ്ര സർക്കാരിൻ്റെ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായി നിയമിതനായത് വി അനന്ത നാഗേശ്വരനാണ്. നിക്ഷേപകർ കൂട്ടത്തോടെ പണം പിൻവലിച്ചതിനെ തുടർന്ന് സാമ്പത്തികമായി തകർന്ന അമേരിക്കയിലെ ബാങ്കാണ് സിലിക്കൺ വാലി ബാങ്ക്. നിക്ഷേപകർ കൂട്ടത്തോടെ പണം പിൻവലിച്ചതിനെ തുടർന്ന് സാമ്പത്തികമായി തകർന്ന അമേരിക്കയിലെ ബാങ്കാണ് സിലിക്കൺ വാലി ബാങ്ക്. സാമ്പത്തിക പ്രതിസന്ധിയിലായ ക്രെഡിറ്റ് സ്വിസ് ബാങ്കിനെ ഏറ്റെടുക്കുന്ന സ്വിറ്റ്സർലൻഡിലെ ബാങ്കാണ് UBS ബാങ്ക്.
സാമ്പത്തിക പ്രതിസന്ധിയിലായ ക്രെഡിറ്റ് സ്വിസ് ബാങ്കിനെ ഏറ്റെടുക്കുന്ന സ്വിറ്റ്സർലാൻഡിലെ ബാങ്കാണ് UBS ബാങ്ക്. സ്വിറ്റ്സർലാൻഡിലെ ഏറ്റവും വലിയ ബാങ്കാണ് UBS ബാങ്ക്. SBIയുടെ ഡിജിറ്റൽ ബാങ്കാണ് യോനോ. യു ഓൺലി നീഡ് വൺ എന്നാണ് യോനോയുടെ പൂർണ്ണരൂപം. SBIയുടെ ഡിജിറ്റൽ ബാങ്കാണ് യോനോ. ICICI ബാങ്കിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് CEO ആയി വീണ്ടും നിയമിതനായത് സന്ദീപ് ബക്ഷിയാണ്. ICICI ബാങ്കിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് CEO ആയി വീണ്ടും നിയമിതനായ വ്യക്തിയാണ് സന്ദീപ് ബക്ഷി. ആഗോളതലത്തിൽ വിപണി മൂല്യത്തിൽ നാലാമതെത്തിയ ഇന്ത്യൻ ബാങ്ക് HDFC ബാങ്കാണ്. ആഗോളതലത്തിൽ വിപണി മൂല്യത്തിൽ നാലാമതെത്തിയ ഇന്ത്യൻ ബാങ്കാണ് HDFC ബാങ്ക്. 2023 ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സാറാ ജോസഫിനാണ്. സാറാ ജോസഫിൻ്റെ കറ എന്ന നോവലിനാണ് ഈ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. 2023 ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം ലഭിച്ചത് സാറാ ജോസഫാണ്. നോവൽ കറ. എല്ലാത്തിലും റാ എന്നുണ്ട്. ഫെഡറൽ, സാറ, കറ. 1 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരത്തിൻ്റെ സമ്മാനത്തുക 1 ലക്ഷം രൂപയാണ്. 2022 ഇത് ലഭിച്ചത് K വേണുവിനാണ്. അദ്ദേഹത്തിൻ്റെ കൃതിയാണ് ഒരു അന്വേഷണത്തിൻ്റെ കഥ. K വേണുവിൻ്റെ ആത്മകഥയാണ് ഒരു അന്വേഷണത്തിൻ്റെ കഥ. ഈ കൃതിക്കാണ് 2022 ഫെഡറൽ ബാങ്ക് സാഹിത്യ പുരസ്കാരം ലഭിച്ചത്. സ്വാതന്ത്ര്യത്തിൻ്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ചുകൊണ്ട് ഇന്ത്യ പുറത്തിറക്കിയ നാണയങ്ങളാണ് 1, 2, 5, 10, 20 രൂപ നാണയങ്ങൾ. 1 രൂപ, 2 രൂപ, 5 രൂപ, 10 രൂപ, 20 രൂപ നാണയങ്ങൾ സ്വാതന്ത്ര്യത്തിൻ്റെ 75ാം വാർഷികത്തോടനുബന്ധിച്ചുകൊണ്ട് ഇന്ത്യ പുറത്തിറക്കിയ നാണയങ്ങളാണ്. ഈ നാണയങ്ങളിൽ ആസാദി കാ അമൃത് മഹോത്സവം ലോഗോയും ഉൾപ്പെടുന്നുണ്ട്. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് CEO ആയി നിയമിതനായ വ്യക്തിയാണ് അതുൽ ഗോയൽ. പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ആൻഡ് CEO ആയി നിയമിതനായ വ്യക്തിയാണ് അതുൽ ഗോയൽ. ഏറ്റവും വലിയ രണ്ടാമത്തെ പബ്ലിക് സെക്ടർ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പബ്ലിക് സെക്ടർ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. ഏറ്റവും വലിയ രണ്ടാമത്തെ പബ്ലിക് സെക്ടർ ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് സെക്ടർ ബാങ്കാണ് HDFC ബാങ്ക്. ഫ്രം ഡിപ്പെൻഡൻസ് ടു സെൽഫ് റിലയൻസ് എന്ന പുസ്തകം എഴുതിയത് ബിമൽ ജലാലാണ്. ബിമൽ ജലാൽ മുൻ RBI ഗവർണറായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ എക്കണോമിസ്റ്റ് കൂടിയാണ് ബിമൽ ജലാൽ. ഫ്രം ഡിപ്പെൻഡൻസ് ടു സെൽഫ് റിലയൻസ് എന്ന പുസ്തകം എഴുതിയത് ബിമൽ ജലാലാണ്. സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ശ്രീലങ്കയുമായി $100 കോടി വായ്പാ കരാറിൽ ഒപ്പിട്ടത് SBI ആണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്ന ശ്രീലങ്കയുമായിട്ട് $100 കോടി വായ്പാ കരാറിൽ ഒപ്പിട്ടത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. KSFEയുടെ മാനേജിംഗ് ഡയറക്ടറാണ് SK സനിൽ. എക്സിം ബാങ്കിൻ്റെ പുതിയ മാനേജിംഗ് ഡയറക്ടറാണ് ഹർഷ ഭൂപേന്ദ്ര. എക്സിം ബാങ്കിൻ്റെ പുതിയ മാനേജിംഗ് ഡയറക്ടറായി നിയമിതനായ വ്യക്തിയാണ് ഹർഷ ഭൂപേന്ദ്ര. IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ ബ്രാൻഡ് അംബാസഡർ അമിതാഭ് ബച്ചനാണ്. IDFC ഫസ്റ്റ് ബാങ്കിൻ്റെ ബ്രാൻഡ് അംബാസഡർ അമിതാഭ് ബച്ചൻ. 7 വ്യത്യസ്ത മേഖലകളിൽ ലോകത്തെ ഏറ്റവും വലിയ 300 സഹകരണ സ്ഥാപനങ്ങളുടെ പട്ടികയിൽ കേരള ബാങ്കിൻ്റെ സ്ഥാനം 35ാമതാണ്. 7 വ്യത്യസ്ത മേഖലകളിൽ ലോകത്തെ ഏറ്റവും വലിയ 300 സഹകരണ സ്ഥാപനങ്ങളുടെ പട്ടികയിൽ കേരള ബാങ്കിൻ്റെ സ്ഥാനം 35ആണ്. ഇന്ത്യയിലെ ധനകാര്യ സേവന മേഖലയിലെ സ്ഥാപനങ്ങളിൽ വലിപ്പത്തിൽ 4ാം സ്ഥാനത്താണ് കേരള ബാങ്ക്. ഇന്ത്യയിലെ ധനകാര്യ സേവന മേഖലയിലെ സ്ഥാപനങ്ങളിൽ വലിപ്പത്തിൽ 4ാം സ്ഥാനത്താണ് കേരള ബാങ്ക്. വനിതകൾക്ക് സ്വയം തൊഴിൽ നേടാൻ മഹിളാ ശക്തി എന്ന പേരിലെ വായ്പാ പദ്ധതി ആവിഷ്കരിച്ചത് കേരള ബാങ്കാണ്. വനിതകൾക്ക് സ്വയം തൊഴിൽ നേടാൻ മഹിളാ ശക്തി എന്ന പേരിൽ വായ്പാ പദ്ധതി ആരംഭിച്ചത് കേരള ബാങ്കാണ്. മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കിനെ കേരള ബാങ്കിൽ ലയിപ്പിച്ചു. അതോടുകൂടി കേരളത്തിലെ 14 ജില്ലാ ബാങ്കുകളും കേരള ബാങ്കിൻ്റെ ഭാഗമായിട്ട് മാറി. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് സംസ്ഥാനത്തെ ജില്ലാ ബാങ്കുകളെ സംസ്ഥാന സഹകരണ ബാങ്കിൽ ലയിപ്പിക്കുന്നതിന് അനുമതി നൽകിയത്. കേരള ബാങ്ക് സ്ഥാപിതമായത് 2019 നവംബർ 29-നാണ്. തിരുവനന്തപുരത്താണിത് സ്ഥാപിതമായത്. കേരള ബാങ്ക് സ്ഥാപിതമായിട്ടുള്ളത് 2019 നവംബർ 29-നാണ്. കേരള ബാങ്കിൻ്റെ പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കലാണ്. കേരള ബാങ്കിൻ്റെ പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ. കേരള ബാങ്കിൻ്റെ ആദ്യത്തെ CEO PS രാജനാണ്. കേരള ബാങ്കിൻ്റെ പ്രഥമ CEO ആണ് PS രാജൻ. കേരള ബാങ്ക് ഡയറക്ടർ ജോർട്ടി M ചാക്കോയാണ്. കേരള ബാങ്ക് ഡയറക്ടർ ജോർട്ടി M ചാക്കോ.
വേൾഡ് കോപ്പറേറ്റീവ് മോണിറ്ററിൻ്റെ റിപ്പോർട്ട് പ്രകാരം സേവന മേഖലയിൽ ഏഷ്യയിൽ ഒന്നാമതെത്തിയത് കേരള ബാങ്കാണ്. വേൾഡ് കോപ്പറേറ്റീവ് മോണിറ്ററിൻ്റെ റിപ്പോർട്ട് പ്രകാരം സേവന മേഖലയിൽ ഏഷ്യയിൽ ഒന്നാമതെത്തിയ ബാങ്കാണ് കേരള ബാങ്ക്. രാജ്യാന്തര തലത്തിൽ രണ്ടാം സ്ഥാനത്തെത്തിയത് ഊരാളുങ്കൽ സൊസൈറ്റിയാണ്. രാജ്യാന്തര തലത്തിൽ രണ്ടാം സ്ഥാനത്തെത്തിയത് ഊരാളുങ്കൽ സൊസൈറ്റിയാണ്. തുടർച്ചയായി മൂന്നാമത്തെ തവണയാണ് ഊരാളുങ്കൽ ലേബർ കോൺട്രാക്റ്റ് കോപ്പറേറ്റീവ് സൊസൈറ്റി രാജ്യാന്തര തലത്തിൽ രണ്ടാം സ്ഥാനത്ത് എത്തുന്നത്. വ്യവസായ അവശ്യ സേവന മേഖലയിൽ ലോകത്തെ ഏറ്റവും ഉയർന്ന വിറ്റുവരവിനാണ് ഊരാളുങ്കൽ ലേബർ സൊസൈറ്റിക്ക് അംഗീകാരം ലഭിച്ചത്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം. താങ്ക്